കർണാടകയിലെ കോൺഗ്രസ് മുഖ്യമന്ത്രി പദവിയാണല്ലോ അവിടുത്തെ വലിയ തർക്കങ്ങളും ആഭ്യന്തര കലഹങ്ങളും കലാപങ്ങളും ഒക്കെ ഉണ്ടാവാൻ കാരണം. അപ്പം ഇതിനൊരു തീർപ്പ് കൽപ്പിക്കാൻ വേണ്ടിയിട്ട് ഡൽഹിയിലും ബാംഗ്ലൂരുമായിട്ട് ചില രാഷ്ട്രീയ നീക്കം നടക്കുന്നുണ്ട്. ആ നീക്കം എന്ന് പറയുന്നത് സംസ്ഥാനത്തെ ഭരണ പ്രതിസന്ധി പരിഹരിക്കാൻ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുന ഖാർഗെയെ കർണാടക മുഖ്യമന്ത്രിയാക്കാനുള്ള ഒരു നീക്കം നടക്കുന്നുണ്ട്. അപ്പം ഒഴിവ് വരുന്ന AICC പ്രസിഡന്റ് പദവിയുണ്ടല്ലോ, ഈ പദവിയിലേക്ക് KC വേണുഗോപാലിനെ എത്തിക്കാനുമുള്ള ശ്രമം നടക്കുന്നുണ്ട്. അതായത് അങ്ങനെ വന്നു കഴിഞ്ഞാൽ KC ആയിരിക്കും എല്ലാ കാര്യങ്ങൾക്കും നിയന്ത്രണമുള്ള അല്ലെ നിയന്ത്രിക്കാൻ കഴിയുന്ന ആളായിട്ട് വരാൻ പോകുന്നത്. ഇതാണ് ഇപ്പോൾ ഉള്ള ഒരു ഇങ്ങനെയുള്ള ചില നീക്കങ്ങൾ നടക്കുന്നതായിട്ടുള്ള ചില സൂചനകളൊക്കെ പുറത്തോട്ട് വരുന്നുണ്ട്. ഇപ്പം അതായത് കർണാടക എന്ന് പറയുന്ന ഒരു സ്ഥലം എക്കാലത്തും തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് പലതരത്തിൽ വിവാദങ്ങൾ ഉണ്ടാക്കിയ ഒന്നാണ്. ആ ഇടക്കാലത്താണ് പിന്നെ റിസോർട്ട് രാഷ്ട്രീയം എന്ന് പറഞ്ഞിട്ട് ഒരു രാഷ്ട്രീയം ആരംഭിക്കുന്നത്. അതായത് അവിടുത്തെ MLA-മാരെ ചാക്കിട്ട് പിടിക്കാൻ വേണ്ടി BJP-ക്കാർ 200-100 കോടി രൂപ വീതം ചാക്കിനകത്ത് കെട്ടി കൊണ്ടുവന്ന് ഇവരെ കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ സമയത്ത് ഇവരിൽ നിന്ന് പണത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് KC വേണുഗോപാൽ ഇടപെട്ടുകൊണ്ട് അവരെ റിസോർട്ടിലേക്ക് മാറ്റി. ഒരു വലിയ ബസ്സൊക്കെ അറേഞ്ച് ചെയ്ത് ഇവർ റിസോർട്ടിലേക്ക് ഉണ്ട്. അത് ഉത്തരേന്ത്യയിൽ അല്ലെ നമ്മുടെ കേരളത്തിന് പുറത്ത് ഒരു സ്ഥിരം കാഴ്ചയാണ്. കാരണം അവർക്ക് പണം എന്ന് പറയുന്ന സാധനം കണ്ടു കഴിഞ്ഞാൽ വീഴുന്നവരാണ് ഈ കോൺഗ്രസിൻ്റെ ഒട്ടുമിക്ക MLA-മാരും. അപ്പോൾ അതുകൊണ്ട് തന്നെ കേരളത്തിന് പുറത്ത് ഇതൊരു സാധാരണപ്പെട്ട കാഴ്ചയായതുകൊണ്ട് ഒരു വണ്ടി അറേഞ്ച് ചെയ്യുക, ഇവരെ വിളിച്ച് വണ്ടിക്കകത്ത് കയറ്റി ഏതെങ്കിലും റിസോർട്ടിൽ ഒരു കണക്ഷനും ഇല്ലാത്ത രീതിയിൽ എവിടെയെങ്കിലും കൊണ്ട് പാർപ്പിക്കുക. എന്നിട്ട് അവിടെ ഇരുന്നുകൊണ്ട് മന്ത്രിസഭാ രൂപീകരണം, മന്ത്രിമാരായി കഴിഞ്ഞാൽ പിന്നെ ഇവരും ചാടത്തില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തെ ഒരു രീതി പൊതുരീതി ഇപ്പോഴും ഉണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് ഇവിടെ ഇങ്ങനെ DK ശിവകുമാർ, നമ്മൾ ഇതിനു മുമ്പ് പലപ്പോഴും ചർച്ച ചെയ്തൊരു കാര്യമാണ് ഈ VD സതീശൻ്റെ കാര്യം വന്ന സമയത്ത്. അവിടെ ഏറ്റവും അധികം തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെ വിജയിപ്പിക്കാൻ വേണ്ടി അന്നല്ല ഏറ്റവും കൂടുതൽ ഉയർന്നു കേട്ട പേര് DK ശിവകുമാർ എന്ന് തന്നെയാണ്. അപ്പോൾ DKയുടെ കയ്യിൽ നിന്നും DKയുടെ കയ്യിൽ നിന്ന് ഒരുപാട് പണം ചിലവാവുകയും DK ഇതിനു വേണ്ടി കാര്യക്ഷമമായി പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്ത ഒരാളാണ്. അപ്പം ഒടുവിൽ DK ശിവകുമാറിനെ പാർട്ടി കൈവിടുന്നു. അതും KC വേണുഗോപാലിൻ്റെ ഇടപെടലിനെ തുടർന്നിട്ടാണ് ഇവർക്ക് ഈ പറയുന്ന പോലെ ഇതിനെല്ലാം ഓടിച്ചാടി നടന്ന DK ശിവകുമാറിനെ പിന്തള്ളുകയും പകരം സിദ്ധരാമയ്യെ മുഖ്യമന്ത്രി പദത്തിലേക്ക് എത്തിക്കുകയും ചെയ്തു. അപ്പോൾ അന്നേരം ഒരു വ്യവസ്ഥ വെച്ചു 2.5 വർഷം കഴിയുമ്പോൾ സിദ്ധരാമയ്യ മാറിയിട്ട് DK ശിവകുമാർ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരും എന്ന് പറയുന്ന ഒരു വ്യവസ്ഥയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. എന്തുകൊണ്ടോ വ്യവസ്ഥ പാലിക്കപ്പെട്ടില്ല. പൊതു കോൺഗ്രസിൻ്റെ രീതി തന്നെ ആ വ്യവസ്ഥയൊന്നും പാലിക്കപ്പെടുകയും ചെയ്തിട്ടില്ല. ഒടുവിൽ സിദ്ധരാമയ്യ ഇപ്പോഴും കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുക. ഏകദേശം 3 വർഷം കഴിയുന്നു സിദ്ധരാമയ്യ മുഖ്യമന്ത്രിയായിട്ട് തുടരുന്ന ആ ഒരു സമയം. ഇവർ തമ്മിലുള്ള ഒരു അസ്വാരസ്യം ഇങ്ങനെ വർദ്ധിച്ചു വരുന്നൊരു സാഹചര്യമുണ്ട്. ഇപ്പം നമ്മുടെ കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ VD സതീശൻ, രമേശ് ചെന്നിത്തല, KC വേണുഗോപാൽ എന്ന് പറയുന്ന ഈ 3 പേരുമായി തമ്മിലുള്ള ഒരു ചെറിയ ആശയക്കുഴപ്പങ്ങളുണ്ടല്ലോ. ഈ ആശയക്കുഴപ്പങ്ങൾ പോലെ തന്നെ ഇവിടെയും നിലവിൽ ആശയക്കുഴപ്പമുണ്ട് ഈ പറയുന്ന ടൈം വ്യവസ്ഥയിലേക്ക് എത്തുമ്പോൾ. അപ്പം ഉപമുഖ്യമന്ത്രി എന്നുള്ള നിലയിലേക്ക് DK ശിവകുമാറിനെ മാറ്റുകയും ചെയ്തു. അപ്പോൾ അങ്ങനെ മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് ഇനി ഇവർ തമ്മിലുള്ള തർക്കം DK ശിവകുമാർ വീണ്ടും മുറുകിയിട്ട് എങ്ങനെയെങ്കിലും തനിക്ക് മുഖ്യമന്ത്രി ആകണം എന്ന് പറയുന്ന രീതിയിലേക്ക് DK ശിവകുമാർ കഴിഞ്ഞ 2 ദിവസമായിട്ട് പ്രശ്നം ഉണ്ടായിക്കൊണ്ടിരിക്കുക. അപ്പം അങ്ങനെ എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ DK ശിവകുമാറിന് കുറച്ച് നാളെങ്കിലും ഒരു മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഇരിക്കണമെന്ന് അദ്ദേഹത്തിന് ആഗ്രഹമുണ്ട്. കാരണം അങ്ങനെ ഒരു ആഗ്രഹം വരാനുള്ള പ്രധാനപ്പെട്ട കാരണം ഈ അടുത്ത തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവാണ്. അപ്പോൾ അടുത്ത തെരഞ്ഞെടുപ്പ് എത്തിക്കഴിയുമ്പോഴേക്ക് ഇപ്പോൾ കർണാടക ഭരിച്ചുകൊണ്ടിരിക്കുന്ന കോൺഗ്രസിന് അധികാരം നഷ്ടപ്പെടും. അതിന് എന്ത് കേസുണ്ടെന്ന് പറഞ്ഞാലും അധികാരം നഷ്ടപ്പെടുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മുന്നോട്ട് പോവുകയും ചെയ്യും. അപ്പം അങ്ങനെ നിലവിലൊരു സാഹചര്യം ഉള്ളത് കൊണ്ട് തന്നെ DK ശിവകുമാറിന് അറിയാം DKക്ക് ഇനി ഒരിക്കലും കർണാടകയുടെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഇരിക്കാൻ കഴിയില്ല. ഇനിയും അധികാരം കിട്ടിയെന്ന് തന്നെ വെച്ചോളൂ, കോൺഗ്രസിന് ഇനി അവിടെ ഭരിക്കാനുള്ള ഒരു അവസരം കിട്ടിയാൽ തന്നെയും ഈ പറയുന്ന DK ശിവകുമാറിനെ മുഖ്യമന്ത്രി ആക്കാതിരിക്കുന്ന തരത്തിലുള്ള ഒരു ഫോർമുല അവിടെ അവതരിപ്പിക്കുകയും ചെയ്യും. അതിന് കഴിവുള്ളവരൊക്കെ തന്നെയാണ് KC വേണുഗോപാൽ ആണെന്നുണ്ടെങ്കിലും മല്ലികാർജ്ജുൻ ഖാർഗെ ആണെന്നുണ്ടെങ്കിലും സിദ്ധരാമയ്യ ആണെങ്കിലും. അപ്പോൾ സിദ്ധരാമയ്യക്കെതിരായിട്ട് ഇതിൽ ഭൂമി അഴിമതി കേസൊക്കെ വന്നായിരുന്നു. അപ്പം അതൊന്നും വന്നിട്ടും വലിയ കാര്യമായിട്ട് അതൊന്നും ഏശാതെ പോയി എന്നുള്ളതാണ്. അപ്പം ഇനിയും സംഭവിക്കാൻ പോകുന്നൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ ഇനിയൊരു രീതി പറയാം, മല്ലികാർജ്ജുൻ ഖാർഗെ എന്ന് പറയുന്ന ഒരാൾക്ക് സംബന്ധിച്ചിടത്തോളം AICC അധ്യക്ഷ സ്ഥാനം നഷ്ടപ്പെടാൻ പോവുക. കാര്യം അതിൻ്റെ കാലാവധി ഏറെക്കുറെ പൂർത്തിയായിക്കൊണ്ടിരിക്കും. അപ്പം മല്ലികാർജ്ജുൻ ഖാർഗെയെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു അവസരം നഷ്ടപ്പെടുന്നു. അപ്പം മല്ലികാർജ്ജുൻ ഖാർഗെ ഇവിടെ നിന്നുള്ള ആളാണല്ലോ, കർണാടകയിൽ നിന്നുള്ള ആളാണ്. അപ്പം അവിടെ സംഭവിക്കാൻ പോകുന്ന കാര്യം ഡൽഹിയിൽ അവസരം നഷ്ടപ്പെടാൻ പോവാണ് മല്ലികാർജ്ജുൻ ഖാർഗെക്ക്. അവസരം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഈ ഖാർഗെ തിരിച്ച് കർണാടകയിലേക്ക് വരണം. കർണാടകയിലേക്ക് വന്നു കഴിഞ്ഞാൽ മല്ലികാർജ്ജുൻ ഖാർഗെക്ക് ഒരു വിലയില്ലാത്തൊരു മനുഷ്യനായി മാറും. ഇപ്പം തന്നെ വിലയില്ല. കാര്യം ഇപ്പം തന്നെ കാര്യങ്ങൾ അവിടെ ഒരു റബ്ബർ സ്റ്റാമ്പ് പോലെയാണ് മല്ലികാർജ്ജുൻ ഖാർഗെ ഇരിക്കുന്നത്. ഒരു പ്രയോജനമില്ല. കാര്യം അവിടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ഈ പറയുന്ന നമ്മുടെ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക വാദ്രയും
ഇപ്പോഴും സോണിയാഗാന്ധിയൊക്കെ തന്നെയാണ്, പിന്നെ കെ സി വേണുഗോപാലും. അപ്പോൾ ഒരു പടം പോലെ ഒരാൾ അവിടെ ഇരിക്കുന്നു. അപ്പോൾ പുള്ളിക്ക് അവിടെ വിലയില്ല, പിന്നെ തിരിച്ച് കർണാടകയിൽ എത്തിക്കഴിഞ്ഞാൽ അവിടെയും വില കിട്ടാൻ സാധ്യതയില്ല. അപ്പം ഇത് രണ്ടും കൂടെ പരിഗണിക്കുന്ന സമയത്ത് ഇനി ഖാർഗെയെ സംബന്ധിച്ചിടത്തോളം അവസാന ഘട്ടം എന്ന് പറഞ്ഞാൽ ഇനി കുറച്ചു കാലം മുഖ്യമന്ത്രിയായി എവിടെയെങ്കിലും ഇരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ പ്രത്യേകിച്ച് ചുമതലകളൊന്നും വഹിക്കണ്ടല്ലോ. ആ മുഖ്യമന്ത്രിയായി ഇരിക്കാൻ ഏറ്റവും നല്ല സ്ഥലം സ്വന്തം നാട് വരെ കർണാടക തന്നെയാണ്. അപ്പോൾ കർണാടകയുടെ മുഖ്യമന്ത്രിയായിട്ട് ഈ പറയുന്ന നമ്മുടെ മല്ലികാർജ്ജുൻ ഖാർഗെയെ തിരികെ കർണാടകയിലേക്ക് എത്തി സേഫ് ലാൻഡ് ചെയ്യാം. സേഫ് ലാൻഡ് ചെയ്ത് കഴിയുമ്പോൾ അവിടെ ഒരു പോസ്റ്റ് ഒഴിവ് വരുമല്ലോ, AICC അധ്യക്ഷൻ എന്ന് പറയുന്ന പോസ്റ്റ്. അപ്പോൾ ഇത്രയും കളികൾ വളരെ കൃത്യമായി കളിച്ച് വെച്ച് കഴിഞ്ഞാൽ കെ സി വേണുഗോപാലിനെ സംബന്ധിച്ചിടത്തോളം നേരെ ആ പോസ്റ്റിലേക്ക് എത്തിപ്പെടാൻ പറ്റും. അതായത് മല്ലികാർജ്ജുൻ ഖാർഗെ ഒഴിവാക്കിയിട്ടിട്ട് പോകുന്ന AICC അധ്യക്ഷൻ എന്ന് പറയുന്നൊരു പോസ്റ്റിലേക്ക് ഈസി ആയിട്ട് പുള്ളിക്കാരൻ അവിടെ എത്തിച്ചേരാൻ പറ്റും. അങ്ങനെ ഈസി എത്തിക്കഴിഞ്ഞാൽ പിന്നെ വേറൊരു ഗുണമുണ്ട്, ഇവർ 3 പേരും ഒറ്റക്കെട്ടായി മാറും. നമ്മുടെ പ്രിയങ്ക വാദ്ര ആണെങ്കിലും രാഹുൽ ഗാന്ധി ആണെങ്കിലും കെ സി വേണുഗോപാൽ ആണെങ്കിലും ഇവർ 3 പേരും ഒറ്റയടിക്ക് AICCയുടെ തലപ്പത്തേക്ക് എത്തുന്നു. AICC പൂർണ്ണമായും ഇവരുടെ കയ്യിലേക്ക് വരുന്നു. പിന്നെ ഇതിനെ ഒന്നുകിൽ കോൺഗ്രസിനെ തകർക്കാനും അല്ലെ കോൺഗ്രസിനെ വളർത്താനും ഒക്കെ പറ്റിയൊരു ഇടമാക്കി അവരതിനെ മാറ്റുകയും ചെയ്യും. ഇവിടെ സ്വാഭാവികമെന്നോണം കർണാടകയിൽ സംഭവിക്കാൻ പോകുന്നത് മല്ലികാർജ്ജുൻ ഖാർഗെ തിരികെ എത്തിക്കഴിഞ്ഞാൽ സിദ്ധരാമയ്യ ഒഴിവാവേണ്ടി വരും, DK ശിവകുമാറിന് മാറി നിന്ന് കൊടുക്കേണ്ടി വരും. സ്വാഭാവികമായിട്ടും മല്ലികാർജ്ജുൻ ഖാർഗെക്കാണ് അവിടെ ഒരു പ്രാമാണ്യത്വമുള്ളത്. കാര്യം AICCയുടെ അധ്യക്ഷനാണ് വരുന്നത് ഇവിടെ നിൽക്കാൻ പോകുന്നത്. സ്വാഭാവികമായിട്ടും അവിടെ എവിടെയെങ്കിലും ഒരിടത്ത് ഉപതെരഞ്ഞെടുപ്പൊക്കെ വന്ന ആൾ അവിടെ സേഫായിട്ട് അവിടെ നിൽക്കുകയും ചെയ്യും. അപ്പോൾ ഇതൊരു വലിയ തന്ത്രമാണ്. അപ്പോൾ ഇങ്ങനെ പിന്നെ കെ സി വേണുഗോപാൽ അതിൻ്റെ തലപ്പത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഈ പറയുന്ന ഈ കോൺഗ്രസ് അധികാരത്തിലിരിക്കുന്ന എല്ലാ സംസ്ഥാനങ്ങളുടെയും പിടി ഇവരുടെ കയ്യിലേക്ക് മാത്രമായി ഒതുങ്ങും. അവിടെ എന്തൊക്കെ കാര്യങ്ങൾ നടക്കണം, ഏതെല്ലാം കാര്യങ്ങൾ നടത്തണ്ട തുടങ്ങിയ എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്ന AICC ആയിരിക്കും. ഇനിയിപ്പോൾ കേരളത്തിലേക്ക് എന്തായാലും ഈ 5 വർഷത്തിനകത്ത് കോൺഗ്രസ് തന്നെയായിരിക്കും ഭരിക്കുന്നത്. അവിടേക്ക് പിടിമുറുക്കാനുള്ള ഏറ്റവും വലിയൊരു ഇപ്പം 2 വർഷം കൂടെ കഴിയുമ്പോഴേക്ക് കർണാടക തെരഞ്ഞെടുപ്പാകും. അപ്പോൾ അവിടുത്തെ കാര്യം പോയി കിട്ടും. അവിടെ ഇനിയിപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന 2 വർഷത്തിനകത്ത് കൊണ്ടുവന്ന് മല്ലികാർജ്ജുൻ ഖാർഗെ വീണ്ടും അവിടെ മത്സരിപ്പിച്ചുകൊണ്ട് ഖാർഗെയ്ക്ക് വീണ്ടും ഒരു അവസരം വേണ്ടി ഒരുക്കി കൊടുക്കാനുള്ള പരിപാടിയൊക്കെ കെ സി വേണുഗോപാൽ ചെയ്തു വെക്കും. ഈ രീതിയിലുള്ള ഒരു പൊളിറ്റിക്കൽ തന്ത്രം ഇപ്പം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇതിലൊക്കെ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, അതിനും മാത്രം ഈ രീതിയിലുള്ള ഒരു പൊളിറ്റിക്കൽ ഗെയിം നടത്താൻ പറ്റിയ ഒരു ആരോഗ്യസ്ഥിതി ഇന്ന് കോൺഗ്രസ് പാർട്ടിക്ക് ഇല്ല. കോൺഗ്രസിന് നേരത്തെ ആയിരുന്നെങ്കിൽ ഈ രീതിയിലുള്ള ഒരുപാട് പരീക്ഷണങ്ങൾ നടത്താം. പരീക്ഷണങ്ങൾ നടത്തി അധികാരം എത്തിപ്പിടിക്കേണ്ടവർക്ക് കൃത്യമായി അധികാരത്തിലേക്ക് എത്തിപ്പിടിക്കാൻ പറ്റും. അവർ പലയിടത്തും ഇപ്പോൾ രേവന്ത് റെഡ്ഡി തന്നെ ആടിക്കൊണ്ടിരിക്കുന്ന ഒരു കസേരയാണ്. രേവന്ത് റെഡ്ഡി ഇവിടെ വന്ന് പോമോനെ വിജയ എന്നൊക്കെ വിളിച്ചിട്ട് പോയെങ്കിൽ തന്നെ രേവന്ത് റെഡ്ഡി ഇപ്പോഴും BJPയിലേക്ക് എപ്പോൾ ചാടുമെന്നുള്ള പ്രതീക്ഷയിരിക്കുകയാണ്. അപ്പോൾ തെലങ്കാന എന്ന് പറയുന്ന സ്റ്റേറ്റും അവർക്ക് നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകും. അപ്പോൾ പൊതുവിൽ കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി ദുർബലപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയിൽ ഇമാതിരി കളികൾക്കൊക്കെ പ്രസക്തി ഉണ്ടോ എന്നുള്ളതും തിരിച്ചറിയപ്പെടേണ്ടതുണ്ട്. പണ്ടത്തെ കോൺഗ്രസിൻ്റെ, അതായത് UPA സർക്കാർ അധികാരത്തിലിരിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ അതിനുശേഷമുള്ള ആ സമയത്തെ കോൺഗ്രസ് പാർട്ടിയുടെ തലപ്പത്തേക്ക് AICCയിലെ അധ്യക്ഷ സ്ഥാനത്തേക്ക് കെ സി വേണുഗോപാൽ വന്നാൽ ഒരു വിലയുണ്ടായിരുന്നു. ഇന്ന് കെ സിയെ കാണുന്നതെന്ന് പറഞ്ഞാൽ കോൺഗ്രസിനെ തന്നെ അതിൻ്റെ ശവമടക്കം നടത്തി അതിൻ്റെ ചരമഗീതം എഴുതിക്കൊണ്ടിരിക്കുന്ന ഒരു നേതാവ് എന്നുള്ള നിലയിലാണ് ദേശീയ തലത്തിൽ പോലും കെ സി വേണുഗോപാലിനെ ആൾക്കാർ കാണുന്നത്. കേരളത്തിലുള്ളവർ ഏറെക്കൂടെ അങ്ങനെ തന്നെയാണ് കാണുന്നത്. കേരളത്തിൽ കൂടെ ഈ രീതിയിൽ വന്നിട്ട് കേരളത്തിൽ കൂടെ കോൺഗ്രസിനെ ഇല്ലാതാക്കാൻ വേണ്ടി കെ സി വേണുഗോപാൽ ശ്രമിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യവും പലരും ചർച്ചയ്ക്കെടുക്കേണ്ട വിഷയം തന്നെയാണ്.